Hello. ഇന്ന് നമ്മൾ എന്തായാലും ഫോറം മോളൊന്ന് പോയി. എറണാകുളത്ത് ഇപ്പോൾ പുതിയ ഇതായിട്ട് തുടങ്ങിയതാണ് ഫോറം മോള്. ഞാനിപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് വന്നത്. ഐ മീൻ ഐ വാസ് വെയിറ്റിംഗ് ഫോർ മോർ ഷോപ്സ് ടു ഓപ്പൺ ആൻഡ് ഓൾ. കാർ പാർക്കിംഗ് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും തന്നെയുണ്ട്. നമുക്കെന്താ പറയാം, പൈറ്റിൽ നിന്ന് ഒരു ജസ്റ്റ് 2 or 3 സ്റ്റോപ്സ്, ദാറ്റ്സ് ഓൾ. മരടിലായിട്ടാണ് ഇതുള്ളത്, കുണ്ടന്നൂരിന് തൊട്ട് മുന്നേ ആയിട്ട്. വിശാലമായൊരു സ്ഥലമാണ്. ആഫ്റ്റർ ചെക്കിങ് ആൻഡ് ഓൾ വി ക്യാൻ ഗെറ്റ് ഇൻ. ബാഗ് കൈ വെക്കട്ടോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒത്തിരി ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒത്തിരി നല്ല സ്ഥലങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഫോട്ടോഷൂട്ട് എല്ലാവരും ആരെങ്കിലും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ കം ഓവർ ഹിയർ. ആൻഡ് വെരി ലാർജ് സ്പേസ് ഫോർ ഫുഡ്. ഓക്കെ, ലുലു ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള എന്താ പറയുക, ഓരോ ഫ്ലോറും നമുക്ക് ഓരോ രീതിയിൽ വേണമെങ്കിൽ കയറി പോകാം. ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഇനിയും ഫ്ലോറുകളും എല്ലാം ഓപ്പൺ ആവാനുണ്ട്. ഷെഫ് പിള്ളയൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതേപോലെ തന്നെ തിയേറ്റേഴ്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. സോ ഓരോ ഫ്ലോർ വൈസ് പോവുകയാണെങ്കിൽ സെക്കൻഡ് ഫ്ലോറിൽ ലൈഫ് സ്റ്റൈൽ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം എന്താ പറയുക, ക്ലോത്തിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ സ്റ്റാർബക്സ് ഓപ്പൺ ആവുമെന്ന് പറയുന്നു, ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. അതെല്ലാം നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആണ്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഈ സൈഡിൽ കൂടെ കയറിയിട്ട് നേരെ ദ ഓപ്പോസിറ്റ് എൻഡ് ഇസ് ആക്ച്വലി ദ പാർക്കിംഗ്. ഓക്കെ, നോട്ട് ഓപ്പോസിറ്റ് എൻഡ്, ഇതിൻ്റെ താഴെയുള്ള ഒരു ഫ്ലോർ ഉണ്ട്, അവിടെയാണ് പാർക്കിംഗ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും എന്താ പറയുക, എസ്കലേറ്റർ സ്റ്റെപ്സ് ആണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ളത് മാത്രമേ എസ്കലേറ്റർ സ്റ്റെപ്പ് അല്ല, നമ്മൾ ചെറുതെ നിന്നാൽ മതി, സ്ലൈഡിങ് ആണ് ആക്ച്വലി. അതേപോലെ ഞാൻ ശനിയാഴ്ചയാണ് പോയത്. ശനിയാഴ്ച അത്ര വലിയ തിരക്ക്, എന്താണ്, ആ ഒരു 2 o'clock ഒരു 2:30 ആ ഒരു സമയത്ത് അത്ര വലിയ തിരക്കില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആൾക്കാർ വരികയും അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഞാൻ വന്നപ്പോൾ ഒരു മോഡറേറ്റ് ഇതേ ഉണ്ടായിരുന്നുള്ളൂ, തിരക്ക് നല്ല രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും എന്താ പറയുക, ഒരു മോഡറേറ്റ് ഒരു ഒപ്പീനിയൻ ആണ് ഫോറം മോളെ പറ്റിയിട്ട്. എല്ലാം ഓപ്പൺ അല്ല. ലുലു, സോ മെനി പീപ്പിൾ സ്റ്റിൽ പ്രിഫേഴ്സ് ലുലു. ലുലു പ്രിഫർ ചെയ്യുന്നവർ ലുലു തന്നെ പ്രിഫർ ചെയ്യും. ഫോറം മോൾ ഇസ് ലൈക്ക് ഓപ്പോസിറ്റ് എൻഡിൽ ഒരു ആൾക്കാർക്ക് വരാനും എല്ലാം പറ്റിയൊരു സൗകര്യം. നോക്കി കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടാണ് നമുക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റ് കാണാൻ പറ്റുന്നത്. ലുലു ഹൈപ്പർ മാർക്കറ്റ് നമുക്കിവിടെ എല്ലാം ഒരുവിധപ്പെട്ട എല്ലാം അവൈലബിൾ ആണ്. ഞാനിപ്പോൾ എന്തായാലും ഡയറക്റ്റ് പോകുന്നത് പാർക്കിങ്ങിലോട്ട് കാണിക്കാനാണ്. നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് പാർക്കിംഗ് ലോട്ട് ഉള്ളത്. പാർക്കിംഗ് ലോട്ടിൽ അത്യാവശ്യം ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികൾക്കും വരാം. ഈവൻ നമ്മൾ ഊബറെല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും വരുന്നത് ഈ പാർക്കിംഗ് ലോട്ടിൽ വരും, അല്ലെങ്കിൽ ഫ്രണ്ടിൽ വരും. അത് നമുക്ക് അതനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. നമ്മൾ കാണുന്ന ലുലു ഡെയിലീസ് എന്നാണ്. നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറുവാണ് ലുലു ഡെയിലീസിലെ പാർക്കിംഗ് ലോട്ട് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല വിശാലമായൊരു പാർക്കിംഗ് ലോട്ട് തന്നെയുണ്ട്. ഇവിടെയും സെക്യൂരിറ്റി ചെക്ക് ആക്ച്വലി എന്താ പറയുക, ബാഗും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. വിശാലമായ പാർക്കിംഗാണ്. ഇതിന് എല്ലാ നിലയിലേക്കും ഉണ്ട്. ഗ്രൗണ്ട് ബേസ്മെന്റ് പാർക്കിംഗ് ആക്ച്വലി. ഇവിടെ നമ്മൾ ഓരോ ഇതനുസരിച്ച് ലോട്ട് അനുസരിച്ച് എനിക്ക് തോന്നുന്നു ലുലുവിലും പാർക്കിംഗ് സ്പേസ്, പാർക്കിംഗ് ലോട്ടിന്റെ കാര്യത്തിൽ ഇത്തിരി ടൈം അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുണ്ട്. മറ്റതുപോലെ ലുലുവിൽ ഭയങ്കര ടൈമിങ്, ഏറ്റവും കൂടുതൽ ടൈമിങ് എനിക്ക് തോന്നുന്നത് പാർക്കിംഗ്. ആ ഒരു ടൈം നമുക്ക് വേണം. കാരണം ബാക്കിയുള്ളതെല്ലാം ഇവിടെ നോർമൽ സ്റ്റെപ്സ് ആയിട്ടുള്ള എസ്റ്റേറ്റ് നേരിട്ട് പോകുന്ന സോ ഹംഗ്രി. ഞാൻ ഫുഡാണ് ആദ്യം എക്സ്പ്ലോർ ചെയ്തത് എന്ന് തന്നെ പറയാം. നാഗാസ് അങ്ങനെയുള്ള മോമോസ് അങ്ങനെ ഇഷ്ടം പോലെ ഇതുണ്ട് കേട്ടോ. ദാറ്റ് വാസ് വെരി നൈസ് ആക്ച്വലി. ഒരുപാട് തന്നെ എല്ലാം എത്ര മുമ്പൊക്കെയല്ല ഉള്ളതെല്ലാം പിന്നെ പറഞ്ഞുകൊണ്ട് വിഷയമെല്ലാം നല്ലതാണ്. ലൈഫ് സ്റ്റൈൽ ഉണ്ട്. റോസ് ബേർഡ് പിന്നെ അതേ സെയിം ഗ്ലോബ് തന്നെയാണ് റോസ് ബേർഡ് ഉള്ളത്. അവിടെ തന്നെയാണ് തനിഷ്കിലും തുടങ്ങിയത്.
അങ്ങനെയുള്ള വിവിധപ്പെട്ട ഷോപ്സ് എല്ലാം ഇങ്ങനെ തുറന്നു വരികയാണ്. ഇറ്റ് വാസ് എ നൈസ് എക്സ്പ്ലോറിംഗ്. എന്താ പറയുക, കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇഫ് യു വോണ്ട് ടു ഗോ ടു ദ സൈഡ്, കുണ്ടന്നൂർ സൈഡിലുള്ളവർക്ക് ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറം മോൾ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. സോ ഇറ്റ്സ് നൈസ്. ഒരുവിധപ്പെട്ട എല്ലാം ഉണ്ട്. ഇപ്പം ലൈഫ് സ്റ്റൈലിൽ ഇപ്പം ഗ്രാൻഡ് മോൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും പ്രൊഡക്ട്സ് ഡിമാറി റൈസിന് ഭയങ്കര സന്തോഷമാണ്. ലൈഫ് സ്റ്റൈലിൽ വരുന്നത് ഹോം സെറ്റ് കാര്യങ്ങളെല്ലാം അതെല്ലാം ആക്കിയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് sections of that ഞാൻ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. അതുപോലുള്ള ഡിഫറെൻറ്റ് ഷോപ്സ് നമ്മൾ എല്ലാ ഫ്ലോറും രണ്ട് സൈഡിലായിട്ട് ഇട്ടുകൊണ്ട് സ്റ്റേറ്റസ് ഉണ്ട്. അതേപോലെ തന്നെ വാഷ്റൂം ഏരിയാസ് അതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട്. ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എല്ലാവരും ഒന്ന് ഫോറം മോളിൽ പോവുക. ജസ്റ്റ് ഫൺ ട്രിപ്പ് ടു ഫോറം മോൾ. എൻജോയ്.